ഇന്നത്തെ നമ്മുടെ യാത്രയും നമ്മുടെ അശോക് ലൈലാൻഡ് എക്കോമെറ്റ് ടിപ്പറിൽ തന്നെയാണ് ഇന്നത്തെ യാത്രയും. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഒണ്ടേങ്ങാടി കോറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ലോഡ് കല്ലെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാലാവസ്ഥ വീണ്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സീസൺ അങ്ങോട്ട് ആവുന്നില്ല. ഒരാഴ്ച വെയിലാണെങ്കിൽ ഒരാഴ്ച മഴ. ഇതിപ്പോൾ വീണ്ടും മഴ തുടങ്ങിയതുകൊണ്ട് പണികളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടൊന്നും സൈറ്റിൽ പോലും പോകില്ല. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ പണിയില്ലാണ്ട് നിർത്തിയിട്ടേക്കാണ്. ശരിക്കും ഇപ്പോൾ പണി ആവേണ്ട ഒരു സമയമാണിത്. എല്ലായിടത്തും മഴ പെയ്തിട്ട് ഒരു സ്ഥലത്തും പോകാത്തൊരവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ എൻ്റെ ഏഷ്യർ വണ്ടിക്കൊന്നും തീരെ പണിയില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ ആപ്പടെ 3 ദിവസമേ നമ്മൾ ഓടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസം മഴ കാരണം ഒരു സ്ഥലത്തും വിളിയുമില്ല, ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച ഇന്നലെ 2-3 ലോഡ് ഓട്ടി. ഇന്നൊന്നും ഒരു പണിയില്ല. വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ വണ്ടിക്കാരെല്ലാവരും പെട്ടിരിക്കുന്നൊരു സമയമാണിത്. മഴക്കാലത്ത് വരെ നമ്മൾ തട്ടിയും മുട്ടിയും അങ്ങ് പോയി. പക്ഷെ മഴ കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ട് പോലും നമുക്ക് തീരെ അങ്ങോട്ട് അനക്കം വരുന്നില്ല. ഇപ്പം നമ്മൾ ഒണ്ടേങ്ങാടി ടൗൺ കഴിഞ്ഞിട്ടായി പോകുന്നത്. ഒണ്ടേങ്ങാടി പള്ളിയാണ്, സെൻറ് മാർട്ടിൻ പള്ളിയാണ് ആ കാണുന്നത്. ഇവിടുന്ന് വലത്തേക്കാണ് നമ്മുടെ കോറിയിലേക്ക് പോകാനുള്ള വഴി. എടപ്പടി എന്ന് പറയും നമ്മുടെ കോറി ഇരിക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ ഇവിടുന്ന് ഇടത്തേക്കുള്ള ഈ വഴിക്ക് വേണം നമ്മൾ കോറിയിലോട്ട് പോകാനായിട്ട്. ഈ ഒരു വഴി മാത്രമാണ് കുറച്ച് മോശമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. ബാക്കി എല്ലാ റോഡും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല ലെവലൈസ്ഡ് റോഡാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡും കൊണ്ട് പോകുമ്പോൾ ഒന്നും വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്നാണെങ്കിലും നമുക്ക് സ്ഥലത്തെത്താം. ഈ ഒരു വഴി മാത്രമാണ് കുറച്ചെങ്കിലും മോശമായിട്ടുള്ളത്. എന്നാലും വലിയ കട്ടർ കുഴികളായ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കട്ടർ കാര്യങ്ങളും പിന്നെ പരമാവധി കോറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് ലെവലാക്കിയിട്ടുണ്ട്. ലോഡും കൊണ്ട് നമുക്ക് വലിയൊരു ചാട്ടം ഉണ്ടാവില്ല. കാല് വണ്ടിക്കാണ് മെയിനായിട്ട് ചാട്ടം കൂടുതൽ ഉണ്ടാവുക. ഈ വഴി മാത്രമല്ല, മാനന്തവാടിയിൽ ടൗണിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ബൈപ്പാസ് ഉണ്ട്. നമുക്ക് കൽപ്പറ്റ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് വള്ളിയൂർക്കാവ് ബൈപ്പാസ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ കട്ടർ റോഡായിട്ട് ഇപ്പോൾ നിലവിൽ മാനന്തവാടി ഭാഗത്തുള്ളത്. കുഴികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുഴികളാണ്. ലോഡ് വണ്ടിയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. കാലി വണ്ടിയും കൊണ്ടൊന്നും തീരെ പോകാൻ പറ്റില്ല. അത്രയ്ക്കും വലിയ കുഴികളാണ് ആ വഴിക്കുള്ളത്. ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് ഈ കോറിയിലേക്ക് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. പക്ഷേ കോറിയിലൊന്നും ഒരു തിരക്കുമില്ല. കാരണം മഴ മാറി വന്ന വെയിൽ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം ഒരു 10-20 വണ്ടിക്ക് മേലെ തന്നെ ഇവിടെ ഓൾറെഡി വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാണുന്ന വണ്ടി, ഈ 2 വണ്ടികൾ കല്ല് കയറ്റിയിട്ട് സൈറ്റിൽ പോകാനിട്ട് അവിടെ തിരിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അതല്ല ഒരു വണ്ടി, ആ മഞ്ഞ വണ്ടി അവിടെ തന്നെ ലോഡ് തിരിച്ച് തട്ടുകയാണ് ഉണ്ടായത്. അതായത് ആർക്കും പണിയില്ല. കാരണം ഒരു സ്ഥലത്തും പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. കാരണം എല്ലായിടത്തും മണ്ണ് നനഞ്ഞ് ചെളിയായി കിടക്കുന്നതുകൊണ്ട് എവിടെയും പോകില്ല. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോറിയിലെ വണ്ടി തന്നെയാണ്, കമ്പനി വണ്ടികളാണ്. അപ്പോൾ അത് ആ വണ്ടിക്കും പണിയില്ല. അപ്പോൾ ഉള്ളത് എങ്ങനെ ഒന്ന് കോറി വേസ്റ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ വണ്ടി വരുന്ന വണ്ടി കോറി വേസ്റ്റും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചില്ലറ ഓട്ടങ്ങൾ മാത്രമേ വണ്ടിയൊക്കെ ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ട് വേണം മേലേക്ക് പോകാനായിട്ട്. ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്തിട്ട് കോറി വേസ്റ്റ് ആണോ കല്ലാണോ എന്നുള്ളത് നോക്കി ടോക്കൺ എടുത്തിട്ട് മേലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് അത്യാവശ്യം കയറ്റം കയറിയിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഈ കോറി ഇരിക്കുന്നത് കുറച്ചൊരു പൊങ്ങിയ സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കയറ്റം കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ഈ ഭാഗത്ത് 6 വീൽ വണ്ടികൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. ഒന്നാമത് റോഡും നാട്ടുകാരൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് വലിയ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. ഇതിപ്പോൾ ഈ കാണുന്ന കയറ്റം തന്നെ കഴിഞ്ഞ വർഷം വരെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കാണുന്ന ചെറിയ സ്റ്റെപ്പ് പോലെ കാണുന്ന അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന റോഡാണ്. ഇതിപ്പോൾ ഈ മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അത് ഹൈറ്റ് കുറച്ചതുകൊണ്ട് ആ കയറ്റത്തിൻ്റെ ഭീകരത അങ്ങ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കയറിച്ചില്ല. ചില സമയത്ത് നനഞ്ഞ് കഴിയുമ്പോൾ കോറി വേസ്റ്റിന് മേലെ കയറുന്ന തന്നെ വണ്ടി വല്ലാണ്ട് കറങ്ങി കുറേ വണ്ടികളുടെ ടയർ കയറിയിട്ടും പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഇവിടുന്ന്. ഇതിപ്പോൾ കയറ്റം കുറച്ചതുകൊണ്ട് വണ്ടിക്കാർക്കും സൗകര്യമായി. അങ്ങനെ ഇപ്പോൾ നമ്മൾ കോറീൻ്റെ മേൽവശത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് കല്ലായതുകൊണ്ട് നേരെ കോറീൻ്റെ ഉള്ളിലേക്ക് വേണം ഇറങ്ങി ചെല്ലാനായിട്ട്. കോറി വേസ്റ്റും സോളിങ്ങും ഒക്കെ നമുക്ക് ആ നേരെ മേലേക്ക് കാണുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കല്ലായതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം അവിടെ നിന്ന് എടുക്കാനായിട്ട്. മഴയായതുകൊണ്ട് വണ്ടികളുടെ വലിയ തിരക്കൊന്നുമില്ല. വണ്ടികൾ 1-2 വണ്ടികൾ ഇങ്ങനെ വരിക, എടുക്കുക, പോകുക എന്നല്ലാണ്ട് വലിയൊരു തിരക്ക് പറയാനായിട്ടില്ല. ഇപ്പോൾ അവിടെ ലോഡ് കയറ്റുന്ന വണ്ടിയിൽ ആ വലിയ 400 അടി വണ്ടി കമ്പനി വണ്ടി തന്നെയാണ്. പിന്നെ അവിടെ ഒരു ചെറിയ വണ്ടിയും അതും കമ്പനി വണ്ടിയാണ്. അപ്പം ഈ വലതുവശത്ത് കാണുന്നതാണ് കോറി വേസ്റ്റ് അവിടെ ഉള്ളത്. അപ്പോൾ കല്ല് നേരെ അവിടെ ഒരു വണ്ടി ലോഡാക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കംപ്രസർ വണ്ടിയും ഉണ്ട്. അതായത് നമുക്ക് കുഴിയടിക്കാൻ വേണ്ടി അടുത്ത 2 മണിക്കൊരു വെടി പൊട്ടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവിടെ കുഴിയടിക്കുന്ന വണ്ടി അവിടെ ഉണ്ട്. കണ്ടിന്യൂസ് മോട്ടർ അടിച്ച് വറ്റിക്കുന്നതുകൊണ്ടാണ് വലിയൊരു വെള്ളം അവിടെ ഇല്ലാത്തത്. ഇല്ലെങ്കിലൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം ആവേണ്ട ഒരു അവസ്ഥയാണ്. അതിനുള്ള മഴയും ഇപ്പോൾ പെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ കോറിയിൽ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിനി ആ 2 വണ്ടി, ഈ കാണുന്ന മസ്തയും ആ ഈശ്വറും ലോഡായി കഴിഞ്ഞാലാണ് നമുക്കിനി
ലോഡ് ആവാൻ പറ്റുള്ളൂ. ഇപ്പം എന്തായാലും കൊറിയസിൻ്റെ അവിടെയുള്ള ഇറ്റാച്ചിയും കൂടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ലോഡ് കല്ല് കയറ്റാനായിട്ട്. ഇപ്പം എന്തായാലും 2 മണി ആവാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഈ വണ്ടികൾ പോയിട്ട് വേണം ഇനി അടുത്ത വെടി പൊട്ടാനായിട്ട്. നമ്മുടെ ഈ കൊറിയയിൽ കല്ലെടുക്കാൻ വരുന്ന ഏറ്റവും കൂടുതൽ 150-200 അടി വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 400 അടി വണ്ടികൾ കമ്പനി വണ്ടി ഉണ്ട്, പിന്നെ ഒരു 300 അടി വണ്ടി ഉണ്ട് കമ്പനി വണ്ടി. ബാക്കിയുള്ള വണ്ടികൾ പുറമേ നിന്ന് കല്ലെടുക്കാൻ വരൽ വളരെ കുറവാണ്. പിന്നെ ക്രഷറിലേക്ക് സോളിങ് കൊണ്ടുപോകാനായിട്ട് 2-3 വണ്ടികൾ വരുന്നുണ്ട് 400 അടി. അതല്ലാണ്ട് ബാക്കിയെല്ലാം ചെറിയ വണ്ടികളാണ് ഈ ആട്ടിലുള്ളത്, ഈ കോറിയിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ 2 ഇറ്റാച്ചി ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്പീഡായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വെടി പൊട്ടണ സമയമല്ല, അവർക്ക് കറക്റ്റ് ഒരു രാവിലെ 10 മണി, പിന്നെ ഉച്ചയ്ക്ക് 2 മണി, പിന്നെ വൈകുന്നേരം 4 മണി, അങ്ങനെ ആ സമയത്ത് അങ്ങനെ 3 സമയത്താണ് ഒരു ദിവസം വെടി പൊട്ടാനുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് കോറി ഫ്രീ ആയി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് 2 വണ്ടി കോരുന്നതുകൊണ്ട് അത്യാവശ്യം സ്പീഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മേലേക്ക് പോവാം. വലിയ ഇറ്റാച്ചി ആയതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് തികച്ച് വേണ്ട ഒരു വണ്ടി ഫുള്ളാവാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 4 ബക്കറ്റ് ഇടുമ്പോൾ തന്നെ 4 ബക്കറ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഏകദേശം ഫുള്ളായി. പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇടാനുള്ളതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി ലോഡിങ്ങിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടി പറഞ്ഞാൽ 200 അടി പക്ക ബോഡിയുള്ള വണ്ടിയാണിത്. അശോക് ലൈലറ്റിൻ്റെ എക്കോമെറ്റ് 2019 മോഡൽ വണ്ടിയാണത്. നമുക്ക് ഈ വണ്ടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് നല്ല ഇതാണ്. പക്ഷേ മാർക്കറ്റിൽ വളരെ കുറവാണ് ഈ വണ്ടികൾ ഇപ്പോൾ നിലവിലുള്ളത്. ബാക്കിയുള്ള നമ്മുടെ ഏഷ്യർ, മസ്ത, ടാറ്റ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് മെയിൻ്റനൻസ് തീരെ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം വെച്ചാൽ ഇതിന് മെയിനായിട്ട് ഒരു ഇത് വരുന്നത് ടയറിന് മാത്രമാണ് പെട്ടെന്ന് ഒരു ചിലവ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗിയർ ബോക്സ്, ഹൗസിങ്, എഞ്ചിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഇതുവരെയായിട്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അഴിക്കേണ്ടതില്ല. കാരണം എല്ലാം ഹെവി ഇതായിട്ടുള്ളതാണ് ഉള്ളത്. അതുകൊണ്ട് മെയിൻ്റനൻസ് തീരെ കുറഞ്ഞൊരു വണ്ടിയാണ് ഈ വണ്ടി. ക്ലച്ചും അതേപോലെ തന്നെ നല്ല ലൈഫ് കിട്ടും. അപ്പോൾ തീരെ മെയിൻ്റനൻസ് ഇല്ലാണ്ട് ഒരാൾക്ക് വണ്ടി കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ ഈ അശോക് ലൈലറ്റിൻ്റെ എക്കോമെറ്റ് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെ വെച്ചാൽ കറക്കം കൂടുതലാണ്. ചെറിയൊരു നനവുണ്ടെങ്കിൽ പോലും വണ്ടി നിന്ന് കറങ്ങും. കയറ്റമൊക്കെ നമുക്ക് ഏത് കയറ്റാണെങ്കിലും വണ്ടി ഫുൾ ഓടും. 200 അടിയും വെച്ച് കൂളായിട്ട് കയറിപ്പോവും. അപ്പോൾ വണ്ടി അങ്ങനെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറി നോക്കണം ഇനി എവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടോ. കാരണം ഇറ്റാച്ചിക്കാർക്ക് കണ്ടെത്താത്ത സ്ഥലം വരെ വണ്ടിയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ വേറൊരു വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഇപ്പോൾ കൊറിയിൽ ഉള്ളൂ ലോഡ് കയറ്റാനായിട്ട്. അങ്ങനെ ഇപ്പോൾ വണ്ടി ഫുള്ള് നമ്മൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, കുഴിയുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അത് ഫുള്ള് ലോഡാക്കിയിട്ട് നമുക്ക് മേലേക്ക് കയറണം. കോറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളി പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ കയറുന്ന കയറ്റത്തൊക്കെ ഫുള്ള് ചെളിയാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് മൊത്തം ചെളിയാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ളത്. ഇപ്പോൾ നമ്മളെ ലോഡായിട്ട് ഇപ്പോൾ നമ്മൾ മേലേക്ക് കയറുന്നതാണ്. ഇപ്പോൾ ഇറ്റാച്ചിയും പുറകെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഇപ്പം പ്ലാസ്റ്റിക്കിന് സമയം ആയതുകൊണ്ട് വണ്ടികളെല്ലാം അവിടെ നിന്ന് മാറ്റണം. കാരണം വെച്ചാൽ ഇത് പൊട്ടുമ്പോൾ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിക്ക് ഈ ഒരു കയറ്റം കയറി വരാനായിട്ട് സെക്കൻഡ് ഗിയർ മതി, ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമില്ല. അതിനുള്ള വലിയ വണ്ടിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി 2 വർഷം മുന്നേ പെയിൻ്റ് അടിച്ചതാണ്. ഇനിയിപ്പോൾ ഈ എപ്പോഴും മാന്യമായിട്ടുള്ള ലോഡ് എന്തായാലും നമുക്ക് എപ്പോഴും കിട്ടും. അല്ലാണ്ട് നമ്മൾ ഈ താഴെ ഭാഗത്തൊക്കെ കാണുന്ന പോലെ കൂമ്പാരമായിട്ടുള്ള ലോഡൊന്നും ഇവിടെ കിട്ടില്ല മാത്രമല്ല വണ്ടിക്കാരെടുക്കില്ല. വെറുതെ നമ്മൾ കൂമ്പാരം കൊണ്ടുപോയിട്ട് ഇപ്പോൾ റോഡിൽ നിന്ന് കോറിയിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലെത്തി അപ്പോൾ ഫൈൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു മോശമില്ലാത്ത രീതിയിലുള്ള ലോഡ് എല്ലാവർക്കും നമ്മൾ കൊണ്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ലോഡ് കൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ കയറി വന്ന കയറ്റം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ ഇറക്കം മാത്രം നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഗിയർ താങ്ങിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാരണം ഒന്നാമത്തെ ലോഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ചവിട്ടി കഴിഞ്ഞാലും ലോഡ് വണ്ടീനെ തള്ളും. അതുപോലെ തന്നെ ഇത് ഇറക്കം എന്ന് പറഞ്ഞാൽ നേരെ വലിയൊരു വളവ് വളഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഗിയർ ഇറക്കം മാത്രം നമ്മൾ എപ്പോഴും താങ്ങിയിട്ട് വേണം ഇറങ്ങി പോകാനായിട്ട്. എപ്പോഴും ഡേഞ്ചറാണ്. കാരണം കണ്ടമാനം ബ്രേക്ക് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് എയർ ഇടാനും ഡ്രമ്മിൽ ചൂടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ലോഡും കൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ പരമാവധി നോക്കി കണ്ടൊക്കെ വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. കാരണം നേരെ മുമ്പിലും വലിയൊരു കുഴിയാണ്, ഇവിടെ താഴേക്ക് മൊത്തത്തിലൊരു കുഴിയാണ്. അപ്പം അങ്ങനെ നമ്മൾ നേരെ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ കാണുന്ന JCB, പിന്നെ അവിടെ ഒരു ഇറ്റാച്ചി കിടപ്പുണ്ട്, ചെറുതൊരെണ്ണം പുതിയ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ താഴെ കല്ല് തട്ടിയ വണ്ടിയാണ് ഇപ്പോൾ കോറിയസ് എടുക്കാനായിട്ട് ഇപ്പോൾ തിരിച്ച് മേലേക്ക് കയറുന്നത്. അത് കമ്പനി വണ്ടി ആയതുകൊണ്ട് അവർ ധൈര്യമായിട്ട് അവിടെ തട്ടി. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കേണ്ട വന്നേനെ. ഇതിപ്പോൾ ആ ഇറ്റാച്ചി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോറിക്കാർ പുതിയ എടുത്ത വണ്ടിയാണ് ചെറുത്. പിന്നെ ആ കിടക്കുന്ന വണ്ടികൾ ഇപ്പോൾ ഈ കാണുന്ന ടാറ്റേൻ്റെ വണ്ടി ഇപ്പം മേലെ നിന്ന് കല്ലും കൊണ്ട് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കാണുന്ന വണ്ടികൾ ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ കല്ലെടുക്കാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിവിടെ നിർത്തി ഇനി പായൊക്കെ ഇട്ട് ബില്ലൊക്കെ മേടിച്ചിട്ട് ഇനി എന്തായാലും ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് കോറിയിൽ നിന്ന് ഭക്ഷണമുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മളിന്ന് പോകുന്നത്. പായയിടൽ മാത്രം വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്.
കാരണം എന്നാൽ നമ്മൾ കൊണ്ടുപോകുന്ന കല്ലാണ്, ഏതെങ്കിലും കട്ടറൊക്കെ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ വീണേക്കാം. ഇപ്പോൾ എപ്പോഴും പായിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്, കാരണം പൊടിയൊന്നും പറക്കില്ല. അപ്പം മഴ ആയതുകൊണ്ട് എന്തായാലും പൊടി ഉണ്ടാവില്ല. പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ പരമാവധി മൂടിയിട്ടേ പോവുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമ്മൾ മഴക്കാലത്ത് ഫുള്ള് നനഞ്ഞെടുക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ എടുക്കൂലെന്നേ ഉള്ളൂ. പിന്നെ കാക്കിയിട്ട് മൂടിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ പരമാവധി ഫൈന് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ബില്ലൊക്കെ നമുക്ക് എപ്പോഴും RTO അവരൊക്കെ റോട്ടിൽ നിന്ന് കൈ കാണിക്കുമ്പോൾ നോക്കുന്ന കാര്യമാണ്. GST, ജിയോളജി വകുപ്പ് എല്ലാവരും നോക്കും. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് കോറിയിൽ നിന്ന് പായൊക്കെ ഇട്ട് ബില്ലും മേടിച്ചു, ഭക്ഷണവും കഴിച്ചു. ഇന്ന് നമുക്ക് കോറിയിലുണ്ടായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും സാമ്പാറും പിന്നെ ക്യാബേജ് തോരൻ, അയല വറുത്തത്, ഇത്രയാണ് ഇന്ന് നമുക്ക് കോറിയിൽ നിന്ന് കിട്ടിയത്. അപ്പം അങ്ങനെ നമ്മളത് കഴിച്ചു. അത് വണ്ടിക്കാർക്കൊക്കെ ഫ്രീ ആട്ടോ. നമ്മൾ കോറിയിൽ വരുന്ന വണ്ടിക്കാർക്കൊക്കെ രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും നമുക്ക് കോറിയിൽ ചോറുണ്ട്. അതെല്ലാ വണ്ടിക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ മെല്ലെ പോകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് പോകാനുള്ള സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽവെളിച്ചം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമുക്ക് കോറിയിൽ നിന്ന് കാട്ടിക്കുളം ടൗൺ കഴിഞ്ഞ് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇപ്പോൾ പാൽവെളിച്ചം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ലോഡ് ഇറക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കല്ല് ഇറക്കിയ സ്ഥലമാണ്. പക്ഷെ അവർ ഇന്ന് കല്ല് മൊത്തം തീരുന്നോടം വരെ കാത്തിരുന്നിട്ടാണ് നമ്മൾ വിളിച്ചത്. കുറച്ച് മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ചെല്ലായിരുന്നു. ഇത് തീരാനായപ്പോൾ വിളിച്ചിട്ട് നമ്മൾ തിരക്കാക്കുകയാണ് അവർ, വേവാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഇന്നൊരു ലോഡ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം തിരിച്ചിടുമ്പോഴേക്കും സ്കൂൾ ടൈം ആവും. പിന്നെ അപ്പോഴേക്കും കോറിക്ക് പൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പം നേരെ നമ്മുടെ മെയിൻ റോഡിൽ കൂടെ ഇപ്പം നേരെ പോവുകയാണ്, കാട്ടിക്കുളം ലക്ഷ്യമായിക്കൊണ്ട്. ഇന്നലെ നമ്മൾ പാൽവെളിച്ചം സൈറ്റിൽ ലോഡ് ഇറക്കുന്ന സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാലും വിചാരിച്ചത്ര നമുക്ക് അവിടെ വണ്ടിക്ക് എത്തിയില്ലായിരുന്നു. അതിന് മുമ്പേ വണ്ടി താന്നു പോയിട്ട് നമ്മൾ 2 ലോഡ് അതിന് മുമ്പേ ഇറക്കുമായിരുന്നു. ഇന്നിപ്പം രാത്രി ഇന്ന് പകലൊക്കെ ആയിട്ട് അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്. അപ്പം ഇനി വണ്ടി എത്രത്തോളം അങ്ങോട്ട് കയറുന്നുള്ളതൊന്നും അറിയത്തില്ല. അതൊക്കെ ഇനി അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം കിടന്ന് കളിക്കേണ്ടി വരുന്നുള്ളത്. ഏകദേശം കുറച്ച് കൂടുതൽ ദൂരം നമുക്ക് റിവേഴ്സ് പോകാനുണ്ട് സൈറ്റിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ കാട്ടിക്കുളം ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വലത്തേക്കൊരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ശരി. ഇത് നമ്മുടെ അമ്മാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പോകുന്ന വഴിയാണിത്. ചെറിയൊരു വഴിയാണ്, കാരണം നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു വരില്ല. കാരണം ഒന്നാമത് നമ്മുടെ വണ്ടി വലിയ വണ്ടിയാണ്. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വയലാണ്, അങ്ങോട്ട് വയൽ, പിന്നെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് പാൽവെളിച്ചം ഭാഗത്തൊക്കെ കണ്ടമാനം ഫോറസ്റ്റാണ്. എപ്പോഴും ആനയൊക്കെ വരുന്നൊരു വഴിയാണ് ആ ഭാഗം. ഇപ്പോൾ നല്ലൊരു വലിയ ഇറക്കം ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ദൂരം റിവേഴ്സ് പോകാനുണ്ട്. അതായത് ഏകദേശം ഒരു 300ഓളം മീറ്റർ നമുക്ക് റിവേഴ്സ് പോകണം. കാരണം താഴെ ചെന്ന് കഴിഞ്ഞാൽ തിരിക്കാൻ തിരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇപ്പം മഴ പെയ്തുകൊണ്ട് ഒരു സ്ഥലത്തും നമുക്ക് വിശ്വസിച്ച് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ദൂരത്തുനിന്ന് തന്നെ നമ്മൾ റിവേഴ്സാണ് വരുന്നത്. ഏകദേശം ഒരു 300 മീറ്ററിൽ കൂടുതലുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. പിന്നെ ഈ റോഡ് വിട്ട് മണ്ണിലേക്ക് ഇറങ്ങണം. അവിടെയും ഒരു 50 മീറ്ററോളം നമുക്ക് പോകാനായിട്ടുണ്ട്. പക്ഷെ അവിടത്തോളം ദൂരം നമുക്ക് പോകുന്നുള്ളത് അറിയത്തില്ല, കാരണം ഒന്നത് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട്. അതുമല്ല കഴിഞ്ഞ ദിവസം ഇന്നലെ വണ്ടി വന്നിട്ട് അധികം ദൂരം പോയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എവിടം വരെ എത്തുന്നുള്ളത്. കടിയാ
ആ അതിനെടുത്തോ ഒറ്റ മിനിറ്റ് ഒരു കല്ലെടുത്തോട്ടെ. ആ സൈഡ് നോക്കിയാൽ മതി. കുറച്ച് അങ്ങോട്ട് വിട്ടു, അങ്ങോട്ട് വിട്ടെ. വന്നോട്ടെ അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മെല്ലെ കൊടുത്തോക്ക്. ഇറങ്ങാല്ലേ? വരും, കാലാളുണ്ട്.